എന്തായാലും നിലവിൽ രാവിലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഉദ്ഘാടനം എന്ന നിലയിൽ KSRTC സൗജന്യ യാത്ര, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന നിലയിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഉദ്ഘാടനം നടന്നു, സംസ്ഥാന തലത്തും ഉദ്ഘാടനം നടന്നു. അവിടുന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് സ്ത്രീകളുടെ ആനുകൂല്യമല്ല, സ്ത്രീകളുടെ ഒരു അവകാശമായിട്ടാണ് ഇത് കാണുന്നത്. ഇത് എന്തായാലും മുന്നോട്ട് തന്നെ പോകും. എന്തായാലും നല്ല കാര്യമാണ്, നല്ല അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. കർണാടക പോലെയുള്ള സ്റ്റേറ്റിൽ നിന്നൊക്കെ നല്ല രീതിയിൽ അഭിപ്രായങ്ങളാണ് വരുന്നത്. എന്തായാലും ഇത് എത്ര നാൾ പോകും എന്നതിൽ ഒരു ആശങ്ക ജനങ്ങൾ പ്രകടിപ്പിക്കുന്നുമുണ്ട്. അതും രണ്ട് തരത്തിലും ഇത് ആളുകൾ സ്വീകരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇരട്ടിയിലാണുള്ളത്. ഇരട്ടിയിലെ ജനങ്ങളൊക്കെ സന്തോഷത്തിലാണ്. എന്തായാലും നല്ല സന്തോഷമുണ്ട്. അവരുടെ അഭിപ്രായം നമുക്ക് അറിയണമെന്നുണ്ട്. എന്തായാലും സ്ത്രീകളൊക്കെ നല്ല രീതിയിൽ അത് അനുകൂലിക്കുന്നവരും അല്ലെങ്കിൽ നിർത്തിപ്പോകുമോ എന്ന ഭയം ഉള്ളവരും ഒക്കെ ഉണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ എല്ലാവരും ഹാപ്പിയാണ്. എന്തായാലും അവരുടെ അഭിപ്രായത്തിലേക്ക് പോയിട്ട് വരാം. നല്ല കാര്യമല്ലേ, സ്ത്രീകൾക്കെല്ലാം നല്ല കാര്യം. പിന്നെ നമുക്ക് സ്വന്തമായില്ലേ, നല്ല കാര്യം. നല്ല കാര്യം, പൊതുവെ നല്ല അഭിപ്രായം. നമ്മൾ കൊടുത്തിട്ട് സന്തോഷം. പൈസ കൊടുക്കണ്ട, എവിടെയാന്നൊന്നും പറയാൻ വേണ്ട, എവിടെയാ ഇറങ്ങേണ്ടതെന്നൊന്നും പറയാൻ വേണ്ട, നമുക്ക് ഇറങ്ങേണ്ട അടുത്ത് പോയി ഇറങ്ങാം. സന്തോഷം, ഇന്ന് സന്തോഷമുണ്ട്. ഇനി എത്ര നാൾ ഇത് ഓടുന്നു നമുക്ക് പറയാൻ പറ്റൂല. സന്തോഷമുണ്ട്. പിന്നെ നമുക്ക് ഒരു വിഷമമില്ല. ഒരു വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. കേരളത്തില് ഏത് സമയം നഷ്ടത്തിലാണല്ലോ ഓടുന്നത്. എല്ലാ സ്ഥലത്തെ കർണാടകത്തിലെല്ലാം ഇപ്പൊ ഏകദേശമൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുമല്ലേ, പിന്നെ എല്ലാം ഒഴിവായിക്കൊണ്ടിരിക്കുകയാണല്ലോ സംഭവം. അതുപോലെയൊക്കെ ആകുന്നത് ഇതെന്ന് വെച്ചാൽ കേരളത്തിൽ പ്രത്യേകിച്ച് നഷ്ടം തന്നെയാണ് KSRTC. പിന്നെ ഇന്ന് സന്തോഷമുണ്ട്. എത്ര നാൾ പോകുന്നു ഒരു പ്രതീക്ഷയില്ല. ഒരു മാസം കഷ്ടി. സംസ്ഥാന തലത്തിൽ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ത്രീകൾക്ക് ആണ് മുഖ്യം, സ്ത്രീകൾക്ക് ഒരു ആനുകൂല്യമല്ല, സ്ത്രീകളുടെ അവകാശമായിട്ടാണ് കാണുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ രീതി വരെ പോകുന്നൊരു വിശ്വാസമുണ്ടല്ലോ? ഇല്ല, ഒരിക്കലും ഇല്ല. സന്തോഷമുണ്ട്. ഇപ്പം സന്തോഷമുണ്ട്. കുറെ നാൾ പോകുന്നു വിചാരിക്കുന്നത് നിർത്തി പോവോ അല്ലെങ്കിൽ അതൊന്നും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. എന്നാലും ഇപ്പം പ്രയോജനമാണല്ലേ? പ്രയോജനം. നമ്മളൊരു യുവതികൾക്കൊക്കെ ഒരു നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടാവും. നല്ല കാര്യമാണ്, നല്ല രീതിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യട്ടെ. മുന്നോട്ട് പോകുന്ന പ്രതീക്ഷ തീർച്ചയായിട്ടും ഹാപ്പിയാണ്. പൈസ കൊടുക്കണ്ട, ഇത്രത്തോളം പോകുന്ന അറിയത്തില്ല, എന്നാലും അല്ല അങ്ങനെയല്ല, ഡെയിലി പോകുന്നവർക്ക് നല്ല ചെറിയ ബുദ്ധിമുട്ട് എന്തായാലും നേരിടുന്നുണ്ട്. സ്വാഭാവികമുള്ള കാര്യം. എന്താ തോന്നുന്നത്? ആണുങ്ങൾക്ക് ആരും ചോദിക്കാൻ പറയാനില്ലല്ലോ. അപ്പൊ പ്രൈവറ്റ് ബസ് ആണുങ്ങളെ വണ്ടി വോട്ട് ചെയ്തത് ലേഡീസ് മാത്രമല്ലല്ലോ, ആണുങ്ങളും വോട്ട് ചെയ്തില്ലേ, അവർക്കും കൊടുക്കണ്ടേ? അവരാണ് കൊടുക്കണം. അതാണ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. 10,000 ശമ്പളം മേടിക്കുന്നതാ, അവർ ഡെയിലി അവരാണ് പോകുന്നത്, അവർക്കാണ് ഇത് കൊടുക്കുന്നത്. അത് പാടില്ല. സാധാരണക്കാരനാണ് ഇത് കൊടുക്കേണ്ടത്. ഓക്കെ, സാധാരണക്കാരെല്ലാവരും രാവിലെ ജോലിക്ക് പോകൂലേ, എല്ലാം തൊഴിലുറപ്പും കാര്യങ്ങളായിട്ട് ജോലിയൊക്കെ വന്നു. അവർ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നില്ലല്ലോ, ഇത് ഉദ്യോഗസ്ഥരല്ലേ യാത്ര ചെയ്യുന്നത്, അപ്പോൾ അവർക്കല്ലേ ഇതിൻ്റെ ഗുണം കിട്ടുള്ളൂ. ഇതിൽ മെയിൻ ഉദ്യോഗസ്ഥന്മാർക്കാണ് ഇതിൽ ലാഭം. ശമ്പളം മേടിക്കുന്നത് അവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ യാത്ര ചെയ്യുന്നത്. അല്ലെങ്കിൽ കുട്ടികൾക്കാണ് ഫ്രീ കൊടുക്കേണ്ടത് മൊത്തം. സമയത്താണ് കൂടുതൽ KSRTC ഉള്ളതാണ്, രാവിലെയും ഇല്ല, ഉദ്യോഗസ്ഥന്മാർക്കാണ് ലാഭം. മുഖ്യമന്ത്രി പറഞ്ഞു രാവിലത്തെ ഉദ്ഘാടനത്തിൽ പറഞ്ഞു എന്തായാലും പ്രൈവറ്റ് ബസ്സും നമ്മുടെ തന്നെ ബസ്സാണ്, നമ്മൾ അവരുടെ കൂടി ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. വേണ്ടി എന്ത് ചെയ്യുന്നത്? അതുകൊണ്ട് ഇപ്പൊ സ്ത്രീകൾ മൊത്തം സ്റ്റാൻഡിൽ നിന്നായാലും എല്ലാവരും കയറുന്നുണ്ട്. എല്ലാം ബാക്കിൽ സ്റ്റേറ്റിലാണ് മൊത്തം കയറുന്നല്ലോ. ഇപ്പൊ മൊത്തത്തിൽ നമുക്കൊരു പ്രശ്നമാണ് ഇങ്ങനെ വന്നതുകൊണ്ട്. തൊട്ട് മുമ്പിലെല്ലാം പോകുന്ന വണ്ടിക്ക് എല്ലായിടത്തും പോവല്ല, നമ്മളെല്ലാം ആളില്ലാണ്ടും അങ്ങനെ പോവാണ്. അതുകൂടി വന്ന് നോക്കുമ്പോൾ പെട്ട പോലെയല്ലത്. ജനങ്ങളുടെ ഒരു ആശങ്കയുണ്ട്. ആ ആശങ്ക എന്തായിരുന്നു വിചാരിച്ചാൽ ഇത് എത്ര കാലം മുന്നോട്ട് പോകുന്നൊരു ആശങ്ക നിലവിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും കുറേ ആളുകൾക്ക് അതൊരു ഉപകാരപ്രദമായിട്ടുണ്ട്. കുറേ സ്ത്രീകൾക്കും അവർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഈ ഉദ്ഘാടനം എന്ന നിലയിൽ നടന്നിട്ടുണ്ട്. എല്ലാവരും യാത്ര തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇത് എത്ര നാൾ മുന്നോട്ട് പോകും എന്നൊരു ആശങ്ക മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പക്ഷേ വേറൊരു കാര്യം നിലനിൽക്കുന്നത് പ്രൈവറ്റ് ബസ്സിലെ ആളുകൾക്കും ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, അവർക്ക് ബസ്സിൽ ഓൾറെഡി ആളില്ലാതൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ
ഇതും കൂടി വന്നത് കൂടി ഇനിയും പ്രതിസന്ധിയിലാകുമോ എന്നൊരു പ്രശ്നവും നിലവിൽ നിലനിൽക്കുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം അതുൽ ബ്ലാത്തു, ഏജാനറ്റ്. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.